وحده الصلاة والسلام على من لا نبي بعده. സുനൻ നസായി അതുപോലെ ബസ്സാർ അൽ ഹാക്കിം എന്നിവരെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു റിവായത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകളായ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി, യാ ഫാത്തിമ മാ യംനഉകി അൻ തസ്മഈ മാ ഊസീകി ബിഹി, ഞാൻ നിനക്ക് നൽകുന്ന വസിയത്ത് അത് കേൾക്കാൻ നിനക്ക് എന്താണ് തടസ്സം, അഥവാ അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നിനക്ക് എന്താണ് തടസ്സം? എന്നിട്ട് പറഞ്ഞു, അൻ തഖൂലി ഇദാ അസ്ബഹ്തി വ ഇദാ അംസൈതി, നീ രാവിലെയും വൈകുന്നേരവും പറയാനാണ് ഞാൻ ഈ വസിയത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, രാവിലെയും വൈകുന്നേരവും പറയുക, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവിന്റെ മഹത്തായ രണ്ട് നാമങ്ങളാണ് എന്നെന്നും ജീവിക്കുന്നവനെ എല്ലാം നിയന്ത്രിക്കുന്നവനെ എന്നുള്ളത്. അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള വിശേഷണങ്ങൾ, അസ്തിത്വപരമായിട്ടുള്ള വിശേഷണങ്ങളെല്ലാം ഹയ്യ് എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അഫ്ആലിയായിട്ടുള്ള പ്രവർത്തിക്കുന്ന വിശേഷണങ്ങളെല്ലാം ഖയ്യൂം എന്നുള്ള നാമത്തിലും. അപ്പൊ ആ രണ്ട് നാമങ്ങളെ വെച്ച് അള്ളാഹുവിനോട് തേടുകയാണ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ നിന്നോട് സഹായം ചോദിക്കുന്നു. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരാൾ ഷിദ്ദത്തിൽ തേടുന്ന, വളരെ ഞെരുക്കത്തിൽ തേടുന്ന സഹായമാണ് ഇസ്തിഗാസ. അപ്പൊ അങ്ങനെ ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു. അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണം. എന്റെ ദുനിയവിയായ കാര്യങ്ങളാവട്ടെ, ദീനിയായ കാര്യങ്ങളാവട്ടെ, പരലോകത്തെ കാര്യങ്ങളാവട്ടെ, എല്ലാം നീ നന്നാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന, ഒരു കണ്ണ് അറിയാതെ അടഞ്ഞു തുറന്നു പോകുന്ന കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കരുതേ എന്ന് അള്ളാഹുവിനോട് പറയാം. അഥവാ നമ്മുടെ കാര്യം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഒന്ന് ശ്വസിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല, ഒരു നേട്ടവും നമുക്ക് നേടാൻ സാധിക്കില്ല. അതിലും വലുതാണ് ദീനിന്റെ ഒരു നന്മയും നമുക്ക് ലഭിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും. നമുക്കിന്റെ അടുത്തൊരു നിമിഷമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത അവസ്ഥയിലായിരിക്കണം എപ്പോഴും എന്ന് പറയാൻ, രാവിലെയും വൈകുന്നേരവും പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബിവിയോട് വസിയത്ത് ചെയ്യാൻ. അപ്പൊ നമ്മളൊക്കെ രാവിലത്തെയും വൈകുന്നേരത്തിനും അദ്കാറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ദുആ ആണത്. പൂർണ്ണമായും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്ന, അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള, വസിയത്ത് നൽകിയിട്ടുള്ള ഈ പ്രാർത്ഥന ജീവിതത്തിൽ പകർത്തുക. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.